ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു JD വൈബ്സ് ഒഫീഷ്യൽ. അപ്പോൾ ഇന്ന് ഒരു പുതിയ വീഡിയോയിലേക്കാണ്. ഇതിന് കുറച്ച് തൊട്ട് മുമ്പേ ഞാൻ ഒരു പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ഒരു വീഡിയോ വരുന്നത്. കാരണം ഞാനിങ്ങനെ ഇതിന്റെ അപ്ഡേഷൻ ചെയ്ത് വരുന്നതായിരുന്നു. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനനുബന്ധിച്ചിട്ടുണ്ടായ കുറെ കാര്യങ്ങളായിരുന്നു അതിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ അതുപോലെ തന്നെ ഇപ്പോ ഒരു രണ്ട് വീഡിയോ ഞാൻ കണ്ടു. ഓക്കെ, ഇപ്പൊ ഈ എന്താ പറയാ, ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചു വന്ന പെൺകുട്ടീനെ കുറിച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ള വേറൊരു നടൻ പറയുന്ന ഒരു ചില കാര്യങ്ങൾ. അപ്പൊ ഫസ്റ്റ് ഞാൻ പറഞ്ഞ നടന്റെ കാര്യം ഇവിടെ ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചുതരാം. ഓക്കെ, സോ അതൊന്ന് കേട്ടിട്ട് നിങ്ങൾ പറ എന്താന്ന്, എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. ഓക്കെ, സുധീരേട്ട ആൻഡ് പ്രിയ. ഞാനൊരു കാര്യം ഞാൻ പറയട്ടെ. എന്നെ ഒരു 3 വർഷക്കാലം സുധീരേട്ട ആൻഡ് പ്രിയ. ഞാനൊരു കാര്യം ഞാൻ പറയട്ടെ. എന്നെ ഒരു 3 വർഷക്കാലം ഒരു ലേഡി എന്നെ അവരുടെ കീപ്പായിട്ട് വെച്ചോണ്ടിരുന്നു. ചേട്ടനെ കീപ്പായിട്ട് എന്നെ കീപ്പായിട്ട് വെച്ചോണ്ടിരുന്നു. എന്നിട്ട് അവരെന്നെ കൊണ്ട് നടന്നിട്ട് ഈ പറയുന്ന പോലെ തന്നെ എനിക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടണം. എനിക്ക് അവരുടെ കീഴിൽ വലിയൊരു ആളാണ്. അവരുടെ കീഴിൽ ജോലി ആയിരുന്നു ഞാൻ. എന്നെ അവർ യൂസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ജോലി എന്റെ ജോലി അവര് പറഞ്ഞ ജോലിയൊക്കെ എടുക്കണം. ജോലിയൊന്നും ഇല്ലായിരുന്ന സമയത്ത്, പണമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ കുറെ കഴിയുമ്പോ അവരെന്നെ തേച്ച് എന്നെ ഒഴിവാക്കി വിട്ടു. ആഫ്റ്റർ 3 years. അപ്പൊ ഞാൻ എവിടെ പോയി പരാതി? എനിക്ക് ആരും നീതി തരും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഈ ഒരു നടന സുധീർ എന്നാണ് പേര്. അപ്പൊ മൂപ്പര് പറയുന്നെന്ന് പറഞ്ഞാൽ മൂപ്പര് 3 വർഷമായിട്ട് ഒരു സ്ത്രീ കീപ്പായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് പൈസയും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടൈമില് എന്താ പറയാ തേച്ച് പോയിട്ടുമുണ്ട്. അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആണുങ്ങളെ മാത്രം ഈ ഒരു കണ്ണുകൊണ്ട് കാണുക, ഈ ഒരു കണ്ണുകൊണ്ട് എന്താ പറയാ വെറും അറ്റാക്ക് ചെയ്യുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തരുത്. അപ്പോ ഇങ്ങനെ കുറെ കാര്യങ്ങളും നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നടന്നിട്ടും ആകെ കാണുന്നത് സ്ത്രീകളുടെ കരച്ചിലും സ്ത്രീകളിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളും മാത്രമാണ്. നമുക്ക് ഇതിന്റെ ബാക്കി അവർ പറയുന്നതും കൂടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യത്തിൽ ഒരു പിടുത്തം കിട്ടും. ഞാൻ അപ്പൊ ബാക്കിയും കൂടി വെച്ചുതരാം. എനിക്ക് ആരും നീതി തരും. എനിക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ കോടതിയെ സമീപിച്ചാൽ എനിക്ക് കിട്ടുമോ? അല്ലെങ്കിൽ എന്നെ എന്ത് പേര് എന്നെ വിളിക്കുന്നത്? നിങ്ങൾ എന്ത് പേര് എനിക്ക് തരും? ഞാൻ പറയുന്നത് ഞാൻ നുണ പറയാം. ഞാൻ എന്റെ വയസ്സിനെ എടുത്തുകൊണ്ടല്ല പറയുന്നത്. കല്യാണത്തിന് മുന്നെയാണോ ശേഷമാണോ ഈ ഒരു? കല്യാണത്തിന് മുമ്പോ ശേഷം അതിനെപ്പറ്റി ഒന്നും നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ പോയിട്ടുണ്ട് 3 വർഷമായിട്ട്. 3 വർഷമായിട്ട് അത് ഈ പറഞ്ഞ പോലെ തന്നെ അവസാനം അറിയണത് ഞാൻ ഇവർക്ക് വൈഫിനോട് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എടി ഇതാണ് സംഭവം, ഇതായിരുന്നു അവർക്ക് വേണ്ടിയിട്ട്. അപ്പം അവരുടെ കാര്യങ്ങളും റിയൽ എസ്റ്റേറ്റും അതും ഇതും ബിസിനസ് കാര്യങ്ങളും എല്ലാം നോക്കി നടത്തിക്കൊണ്ടിരുന്നത് ഞാനാണ്. അവര് അവസാനം എന്നോട് വന്ന് ചോദിച്ചാൽ അവരുടെ എന്തോ ഏക്കർ കണക്കിന് സ്ഥലവും ഇതൊക്കെ എഴുതി തരാം, പുള്ളിയെ വിട്ടു കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞ അവിടെ കൊണ്ട് ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു വർത്തമാനം അതെന്ത് ടോക്കാണ്, അതിന്റെ ആവശ്യമില്ല. ഇത്ര നാൾ അപ്പൊ എന്നെ കട്ട് ചെയ്തു. ഇതൊക്കെ ഭയങ്കര ഞാൻ പറയുന്നത് ഇതൊക്കെ പറയാൻ ആർക്കാണ് ഇൻട്രസ്റ്റ്? ധൈര്യവും ആരും പറയില്ല. ചേട്ടൻ പറയാൻ ആരും പറയില്ല. ആരും പറയില്ല. അങ്ങനെ എനിക്ക് ധൈര്യമുണ്ട്, എനിക്ക് ചങ്കുറ്റുണ്ട്. ഞാൻ എനിക്ക് എന്റെ വൈഫിനെ എന്റെ പിള്ളേരെ നോക്കിയാൽ മതി. സോ കേട്ടില്ലേ? അപ്പോ അവർക്ക് ആ ധൈര്യം നിങ്ങളൊന്നും പറയാൻ ആർക്കും ധൈര്യമില്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു ആണ് എന്താ വന്നിട്ട് പറയണ്ടേ, അന്നെ ഇത്ര നാള് ഈ പെൺകുട്ടി കീപ്പായിട്ട് വെച്ചിന്, അല്ലെങ്കിൽ അന്നെ ശാരീരികമായിട്ട് എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനൊന്നും ആരും വന്നിട്ട് എന്തായിട്ട് പറയൂല. പക്ഷെ ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഒരേ ഇക്വാലിറ്റി ആണ് വേണ്ടത്. അതില്ലെങ്കിൽ പിന്നെ ഈ വെറും സ്ത്രീകൾക്ക് മാത്രം ഈ കുറെ ഫെമിനിസ്റ്റുകളുണ്ട്. ഈ ജസ്റ്റ് ചുമ്മാ വന്നിട്ട് ഇതുപോലെ എന്താ പറയാ വായി തോന്നിയൊക്കെ വിളിച്ചു പറയാ എനിക്ക് ഈക്വാലിറ്റി ഇല്ല, എനിക്ക് അതില്ല. അതിനോട് ഞാൻ എന്തായാലും യോജിക്കുന്നില്ല. 100% യോജിക്കാത്തൊരു കാര്യമാണ്. നമുക്ക് ഈ വീഡിയോ ഫുള്ളും കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഞാൻ അപ്പൊ അതിന്റെ ബാക്കി കണ്ടിന്യൂഷനും കൂടി വെക്കുന്നുണ്ട്. എന്റെ ആരോഗ്യവും എന്റെ എല്ലാം 6 പാക്കും എന്റെ ഇതെല്ലാം ഉണ്ടായിരുന്ന സമയത്ത് പലരും ഉപയോഗിച്ചിട്ടുണ്ട്.
ഞാൻ ബൈസെക്ഷൽ. അല്ല, മൂന്ന് വർഷം വരെ ഒന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കുട്ടിക്കാലത്ത് എനിക്ക് ഒന്നും അറിയാത്ത കാലത്ത് എന്നെ ഒരുപാട് ആണുങ്ങൾ ഉപയോഗിച്ചു. അപ്പൊ അപ്പൊ ഇയാള് പറയുന്നത് ഇയാളെ പെണ്ണ് മാത്രല്ല ഒരാണും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇമാതിരി കുണ്ടന്മാരെ നമ്മളെന്താ ചെയ്യണ്ടേ? ഇതുപോലെ ചെറുപ്രായത്തിൽ പല കുട്ടികൾക്കും ഉണ്ടായിട്ടുണ്ട്. വെറും പെൺകുട്ടികൾക്ക് മാത്രമല്ല, ആൺകുട്ടികൾക്കും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ കുണ്ടന്മാര് വന്നിട്ട് ടൗസറിന് പിടിക്കലും കീശ കൈയിടലും വണ്ടി പിടിക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ഈ ഒരു ചെറിയ എന്താ പറയാ പറയുന്ന ആൾക്കാരെ എന്താണ് ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറും ഒറ്റയടിക്ക് ഒരു കുട്ടി വന്ന് പറഞ്ഞതെന്ന് വെച്ചിട്ട് ഞാൻ ഒരിക്കലും പെൺകുട്ടികളെ തെറ്റല്ല പറയുന്നത്, ഒരിക്കലും ആൺകുട്ടികളെ തെറ്റല്ല പറയുന്നത്. രണ്ടാളും ഫേസ് ചെയ്യുന്നത് ഒരേ ഫേസിലാണ്, ഒരേ ട്രാക്കിലാണ്. പക്ഷെ എന്താ പറയാ, ആൺകുട്ടികൾക്ക് തീരെ ഒരു കൺസിഡറേഷൻ ഇല്ല. അവരിപ്പോ സ്റ്റേഷനിൽ പോയിട്ട് എന്താ പറയാ, നീ പെണ്ണ് ഇത്ര നാളെ കീപ്പ് ചെയ്ത് യൂസ് ചെയ്ത് വെച്ചിട്ട് ആരാ ഇതിന് ഉത്തരം പറയണ്ടേ? ആരും ഉത്തരം പറയൂല. അങ്ങനെ കുറെ കാര്യങ്ങള് ഈ ഒരു നടൻ പറയുന്നുണ്ട്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നമ്മള്. ഇപ്പൊ ഈ ഹേമ കമ്മിറ്റീന്റെ ഒരു റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് ഇത്രയും സ്ത്രീകൾ വന്നിട്ട് എന്നെ അബ്യൂസ് ചെയ്ത് അന്നിത്. അപ്പൊ അതാണ് ഞാൻ മുന്നേത്തെ വീഡിയോയിലും ചോദിച്ചത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഫസ്റ്റ് നിങ്ങൾ റിയാക്ട് ചെയ്യാത്തത്? ഫസ്റ്റ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി നിങ്ങൾ എന്തുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിച്ചിട്ടില്ല? നിങ്ങൾ എന്തുകൊണ്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല? ഇത് കൊടുക്കാത്ത പക്ഷം ഇത് ആരറിയാൻ പോകുന്നു? ഇതിപ്പോ ഒരു ഹേമ കമ്മിറ്റി വന്നപ്പോൾ മാത്രമാണ് ഇങ്ങനത്തെ കുറെ ആൾക്കാർ വന്നിട്ട് പറയുന്നത് എന്നെ പീഡിപ്പിച്ചു, എന്നെ ഇങ്ങനെ ആക്കി, എന്റെ ഡോറിന് വന്നൊക്കെ മുട്ടി. ഇതിലൊന്നും ഒരു എന്താ പറയാ വ്യക്തതയില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലും കളിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പൊളിറ്റിക്സ് ആയാലും ഇതിന്റെ ഉള്ളിൽ കുറെ കളിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഇതിൽ തന്നെ പറയുന്നുണ്ട് പവർ ടീമോ അങ്ങനെ എന്തോ പറഞ്ഞ കുറെ ടീമുകൾ ഇതിന്റെ പിറകെ എന്താ പറയാ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഈ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആളെ പേര് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. ഇതൊന്നും റിവീൽ ചെയ്യാത്തടത്തോളം കാലം നമ്മൾ എങ്ങനെയാണ് ആര് പറയുന്നതാണ് വിശ്വസിക്കണ്ടേ? പിന്നെ ഇപ്പോ സിദ്ദീഖിനെതിരെയായിട്ട് വന്ന പെൺകുട്ടി, ഇപ്പൊ സിദ്ദീഖിനെതിരെയായിട്ട് വന്ന രേവതി സമ്പത്ത് എന്ന് പറയുന്ന നടിയുടെ വേറൊരു ജീവിത ചരിത്രം, മുന്നേ ഉണ്ടായ ഒരു സംഭവത്തിനെ തുടർന്നിട്ട് ഇപ്പൊ ഒരു ആള് വന്നിട്ടുണ്ട്. ആളെ പേരാണ് എന്താണ് അബിൽദേവ് അബിൽദേവ് എന്ന് പറഞ്ഞ ഒരു ഫാഷൻ ഫെസ്റ്റിന്റെ ഒരു ഫൗണ്ടർ ആണ് ആള്. ആളെ പേരിൽ ഇതുപോലെ 2020-ലോ 2021-ലോ രേവതി സമ്പത്ത് FB ഇട്ട എന്താ പറയാ പോസ്റ്റ് ഉണ്ട്. അതില് 5ാമതാണ് ഇയാളുടെ പേരുണ്ടായത്. അപ്പൊ ഇയാള് ആ ടൈമിലും ഒരു ലൈവൊക്കെ വന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ലൈവും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ കണ്ടതിൽ എനിക്കും തോന്നിയതെന്ന് പറഞ്ഞാൽ ആ രേവതി സമ്പത്ത് എന്ന് പറഞ്ഞ നടി വന്നിട്ട് പറയുന്നത് എന്താന്ന് നിങ്ങൾക്ക് എന്റെ മുന്നേ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്താണ് ആ പ്രശ്നം നിങ്ങൾക്ക് അറിയണ്ടേ? കാരണം എന്താണ് ആ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ബീജിങ്ങിലെ ഒരു കോളേജിൽ പഠിക്കുന്നതായിരുന്നു ഈ രേവതി സമ്പത്ത് എന്ന് പറഞ്ഞ നടി. അപ്പൊ അവിടെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു ഇൻസിഡന്റിനെ തുടർന്നിട്ടാണ് അവിടുന്ന് ഈ കുട്ടീനെ പുറത്താക്കുന്നത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിൽ തന്നെ ഉള്ള ഒരു കുട്ടിയുടെ നേക്കഡ് ആയിട്ടുള്ള ഫോട്ടോ എടുക്കുന്ന കണ്ടിട്ട് അങ്ങനെ ആ കുട്ടി കംപ്ലൈന്റ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള ഇന്റർനാഷണൽ സ്റ്റുഡൻസും കൂടി കംപ്ലൈന്റ് ചെയ്തതിന്റെ പേരിലാണ് ഈ രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഫെമിനിസ്റ്റും ബാക്കി WCCന്റെ എന്തെല്ലോ കുടച്ചക്രായി ഈ കുട്ടി പറഞ്ഞത് ഈ ഒരു കാരണത്തിലായിരുന്നു ഈ കുട്ടിയെ പുറത്താക്കുന്നുണ്ടായത്. സോ അത് ഈ അബിൽദേവ് എന്ന് പറഞ്ഞ വ്യക്തി എന്താക്കി, മുന്നേ ഒരു ലൈവിൽ വന്നിട്ട് ഇതിനെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ന്യൂസിൽ വന്നിട്ട് ആ വ്യക്തി പറയുന്നുണ്ടായിരുന്നു. അതായത് ഇങ്ങനെയുള്ള എല്ലാ എവിഡൻസും കാര്യങ്ങളും മൂപ്പര് കയ്യിലുണ്ട്. കറക്റ്റ് എവിഡൻസ് കാണിച്ചിട്ടാണ് മൂപ്പര് സംസാരിക്കുന്നത്. അതിലൊന്നും നമുക്ക് നിഷേധിക്കാൻ പറ്റൂല. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെറും ആൺകുട്ടികളെ മാത്രം ഫോക്കസ്ഡ് ചെയ്ത് ആണുങ്ങളെ മാത്രം എല്ലാ രീതിയിലും തെറ്റിദ്ധരിപ്പിച്ച് എന്താ പറയാ അവരെ ജീവിതം നശിപ്പിച്ചിട്ട് ഒന്നും ഒരു കാര്യമില്ല. അപ്പൊ ഇങ്ങനെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ അത് മനസ്സിലാക്കുക. അതായത് ഇങ്ങനെ അതായത് ആണും തെറ്റല്ല പെണ്ണും തെറ്റല്ല, പക്ഷെ ആണുങ്ങൾക്കും ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പെൺകുട്ടികൾക്കും ഇതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പെൺകുട്ടികൾക്കാണ് കൂടുതലും ഇങ്ങനത്തെ കുറെ എന്താ പറയാ
പീഡനങ്ങളും കാര്യങ്ങളും നടക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മുന്നോട്ട് വന്ന് പറഞ്ഞ് ആ സമയത്ത് നിങ്ങൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഭാഗത്ത് നിൽക്കാൻ വേണ്ടി കോടിക്കണക്കിന് ജനങ്ങളുണ്ട്, അതുപോലെ തന്നെ ഗവൺമെന്റ് ഉണ്ട്, പോലീസുകാരുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ സപ്പോർട്ടും ഉണ്ട്. പിന്നെ പഴയ കാലഘട്ടമല്ല, ഇപ്പൊ എല്ലാ ന്യൂ ജനറേഷൻ പിള്ളേർക്കും ബുദ്ധിയുണ്ട്. ബുദ്ധി എന്ന് പറഞ്ഞ സാധനം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചെറിയ കുട്ടികൾക്ക് പോലും കഴിയും. അതാണ് ഇപ്പോഴത്തെ ഈ ഒരു കാലം. അപ്പോ വെറും ഈ എന്താ പറയാ വന്നിട്ട് ഇപ്പോ ഈ രേവതി സമ്പത്ത് എന്ന് പറയുന്ന നടി വന്നിട്ട് ഒരിക്കലും പറഞ്ഞില്ല എന്നെ അവിടുന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോ അന്ന് പുറത്താക്കിയത്, അല്ലാണ്ട് എനിക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരിക്കലും ഒരു ന്യൂസിലും വന്നിട്ട് ആ പെണ്ണ് പറഞ്ഞിട്ടില്ല. സോ വെറും ഇത് മാത്രം കേൾക്കാണ്ട് ഒരു ന്യൂസിന്റെ ചാനലിൽ ഞാൻ കണ്ടു, എന്താന്ന് പൊട്ടിക്കരയാന്ന് വെച്ചാ പൊട്ടിക്കരയാണ്. ഞാൻ അങ്ങനെയാണ്, എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു സിദ്ദീഖിനെ കുറിച്ചായിരുന്നു പറയുന്നുണ്ടായിരുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എന്താണ് ക്ലിയർ ആയിട്ട് സംഭവിച്ചത്, എന്താണ് ഇതിന്റെ പിറകിലുള്ള സത്യാവസ്ഥ അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം ഇതിനെ ക്ലിയർ ആയിട്ട് പറയണം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേത്തെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ആ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്കും ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ കുട്ടിക്ക് ആ നേരത്ത് വന്ന് പറയാൻ കഴിയില്ല. ഇപ്പൊ ഒരു ഫെയിം ആയിക്കഴിഞ്ഞതിന് ശേഷം എന്നിട്ടും ഒന്നും പറയാതെ ഇപ്പൊ ഒരു പെട്ടെന്ന് ഒരു തുറന്ന് പറയലും ഒരു വെളിപാട് വരുത്തും, ഇതൊന്നും ആക്സെപ്റ്റബിൾ അല്ലാന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ തെറ്റ് ചെയ്തത് അതിപ്പോ സിദ്ദീഖായാലും ശരി, മമ്മൂട്ടിയായാലും ശരി, ആരായാലും ശരി, അത് നിയമത്തിന്റെ മുന്നിൽ തന്നെ വരണം എന്നാണ് പറയുന്നത്. അപ്പോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാണ്ട് ചുമ്മാ കയറി ഒരാളെ എന്താ പറയാ സൈബർ അറ്റാക്ക് ചെയ്തിട്ടും ന്യൂസിലും മീഡിയയിലും ഇട്ടിട്ട് തട്ടിക്കളിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്, നമ്മൾ ഒരാളെ ഭാഗത്ത് മാത്രം നിന്നുകൊണ്ട് കാര്യമില്ല. ആൺകുട്ടികൾക്കും ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതാണ് ഈ നടൻ വ്യക്തമായിട്ട് പറയുന്നത്. ആ ഫുൾ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ നടന്നിട്ടുള്ളത് എന്നുള്ളത്. കാരണം ഇങ്ങനൊക്കെ നടക്കുമ്പോഴും ആൾക്കാർ, ഞാൻ വേണമെങ്കിൽ ആ വീഡിയോന്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ആ വീഡിയോ ഫുൾ ഒന്ന് കണ്ടു നോക്കുക. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആ വീഡിയോ ഫുള്ള് കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതിന്റെ പിറകിൽ നടക്കുന്ന സംഭവങ്ങളെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ ചുമ്മാ നമ്മൾ കേൾക്കുന്ന എല്ലാം അങ്ങ് വിശ്വസിക്കാതിരിക്കുക. പിന്നെന്ന് പറഞ്ഞാൽ ഒരാളെ ജീവിതം, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, രണ്ടാളെ ജീവിതത്തിനും വാല്യൂ ഉള്ളതാണ്, വാല്യൂബിൾ ആണ്. അപ്പൊ അത് നശിപ്പിക്കാനും ഒരാൾ ഇതുപോലെ വ്യക്തി വൈരാഗ്യമോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും റീസണും കൊണ്ട് വന്നിട്ട് ഇതുപോലെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നല്ലതിനുമാണ് ചീത്തയും ഉണ്ട്. അപ്പോ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എന്ത് ഇടുന്നോ അത് പെട്ടെന്ന് എന്താ പറയാ ഒരു ഫോറസ്റ്റ് ഫയർ പോലെ അങ്ങ് കത്തിപ്പടരും. അപ്പോ അത് പടർന്ന് കുറച്ച് കഴിഞ്ഞാൽ അത് അണയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലയാൾക്കും പല ഫാമിലിയും കാര്യങ്ങളിലും ഉള്ളതാണ്. അപ്പോ അതിൽ ഉണ്ടാകുന്ന കുറെ എക്സ്പ്ലോയിറ്റേഷൻസും കാര്യങ്ങളൊക്കെയാണ് നടക്കുക. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ദയവേത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ എന്താ പറയാ ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്കൊരു കംപ്ലൈന്റ് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾക്കുള്ള തെളിവുകളാണ്. കാരണം ഇത് നിങ്ങൾ ആദ്യം ഒരാളെടുത്ത് പോയി കംപ്ലൈന്റ് ചെയ്ത് അപ്പൊ അവിടെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അടുത്ത ആളെടുത്ത് പോവാ. നിങ്ങൾക്ക് നീതി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നടന്നേ പറ്റൂ, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തേ പറ്റൂ. അപ്പൊ അത് ആണായാലും ശരി പെണ്ണായാലും ശരി. പിന്നെന്ന് പറഞ്ഞാൽ ആണ് ഇതുപോലുള്ള കാര്യങ്ങൾ എന്തായിട്ടും തുറന്ന് പറയൂല. കാരണം അവര് എന്താ പറയാ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ പെമ്പിള്ളേരുടെ കാര്യത്തിൽ ഇത് അങ്ങനെയല്ല കണ്ടുവരുന്നത്. ഇവര് എല്ലാം നടന്നു കഴിഞ്ഞ് അവരുടെ ഒരു ഹൈപ്പിൽ എത്തിയതിന് ശേഷം മാത്രമാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം എന്താന്ന് ഈ റിപ്പോർട്ടൊക്കെ വന്ന് മലയാള മുഖംമൂടി അടിഞ്ഞു വീണാലും വീണ്ടും നമ്മൾ ഈ പറയുന്ന നടനും നടിമാരെയാണ് നമ്മൾ വീണ്ടും സ്ക്രീനിൽ കാണുന്നതും അവരെ തന്നെയാണ് ആരാധിക്കുന്നതും അവർക്ക് തന്നെയാണ് വീണ്ടും ഫെയിം ഉണ്ടാക്കി കൊടുക്കുന്നത്. അവർക്ക് തന്നെയാണ് നമ്മൾ എന്താ പറയാ ഉയരങ്ങളിലേക്ക് നമ്മൾ തന്നെ എത്തിക്കുന്നത്. അപ്പോന്ന് പറഞ്ഞാൽ ഒരു നേരത്തേക്ക് വേണ്ടിയിട്ട് അവരെ കത്തിച്ച് കളഞ്ഞുകൊണ്ട് കാര്യമില്ല. സോ എല്ലാ ഭാഗത്തും ചിന്തിക്കുക. പിന്നെ ഈ പറയുന്ന ആൾക്കാർ അവര് തെറ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് അവർക്കൊരു സംഭവം നടന്നാല് അവര് പറയണ്ടെന്നല്ല ഞാൻ പറയുന്നത്.
തെറ്റ് പറ്റി അത് തിരുത്തുക, അത് ശരി തന്നെയാണ്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് മറ്റുള്ള ആളെ മാത്രം ചിത്രീകരിച്ച് കാണിക്കുന്നത് അത് വളരെ മോശപ്പെട്ട ഒരു പ്രവണതയാണ്. അതുകൊണ്ട് ഇപ്പൊ സിദ്ദിഖായാലും ശരി, രേവതി സമ്പത്തായാലും ശരി, ചെയ്ത തെറ്റിന് അവർക്ക് അർഹമായ ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എന്റെ ചാനലിലൂടെ ഇതാണ് ഞാൻ പറയാൻ ശ്രമിച്ചതും. പിന്നെ എന്ന് പറഞ്ഞാൽ ആരോടും ഒരു എതിർപ്പും ഇല്ല, ഒന്നുമില്ല. ഈ ഒരു കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ മുന്നേയും കുറെ കേസുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പറയാ, വെറും ആണുങ്ങളെ മാത്രം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ ആണും ഒരുപോലെയല്ല. നിങ്ങൾ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാ ആണുങ്ങളും ഒരുപോലെയല്ല. അവര് ചിലപ്പോ നിങ്ങളുടെ പല രീതിക്കുള്ള എന്താ പറയാ മാനിപ്പുലേഷനും അവരെ മാനസികമായിട്ട് ഉണ്ടാക്കുന്ന പ്രഷറും കാരണമാണ് ഇങ്ങനെ പല എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാകുന്നതും അവരെ ഒരു എന്താ പറയാ വേറൊരു സൈക്കോ രൂപത്തിലേക്ക് നിങ്ങൾ എത്തിക്കുന്നത്. സോ അതും ചെയ്യാതിരിക്കുക മാക്സിമം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസ് ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ കുറെ മുഖങ്ങൾ ഇനിയും വെളിച്ചത്ത് വരാനുണ്ട്. അപ്പോ ഈ ഒരു വിവരം അറിഞ്ഞപ്പോൾ നിങ്ങളെയും കൂടി അത് ഷെയർ ചെയ്ത് എനിക്ക് അറിയിക്കണം എന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. താങ്ക് യു സോ മച്ച്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമന്റ്. നിങ്ങൾ വിലപ്പെട്ട എല്ലാ കമന്റും നിങ്ങൾ രേഖപ്പെടുത്തുക. സോ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സ്വന്തം ദിൽറുബ. താങ്ക് യു. ഐ ലവ് യു ഗൈസ്.